ഹായ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എന്നത്തെ പോലെയും തന്നെ ഇന്നും ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. നിങ്ങളിപ്പോൾ എൻ്റെ ഈവനിങ് വ്ളോഗ് കണ്ട് മടുത്തിട്ടുണ്ടാവും. എന്താണെന്നറിയില്ല, കുറേ നാളുകളായിട്ട് എനിക്ക് വ്ളോഗ് എടുക്കാനുള്ള സമയവും സാഹചര്യവും ഒക്കെ ഒത്തുവരുന്നത് ഇതുപോലെയുള്ള വൈകുന്നേരങ്ങളിലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും ഈവനിങ് വ്ളോഗുകൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലും അതേപോലെ ഒരു പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് ഏപ്രിൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമായിട്ട് ഞാനത് കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫോട്ടോസൊക്കെ. അപ്പോൾ അവളും ഹസ്ബൻഡും കൂടി എൻ്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു 1-2 ആഴ്ചയായി അവർ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഞങ്ങൾക്ക് ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, വീട്ടിലുണ്ടാവാറില്ല. അല്ലെങ്കിൽ ചിലപ്പം ഏട്ടന് നൈറ്റായിരിക്കും, അപ്പോൾ ലേറ്റായ ആ സമയത്ത് വരത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും വീട്ടിലുള്ളൊരു ദിവസം ഇന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പോരാൻ പറഞ്ഞിട്ടുണ്ട്. സോ അവർക്ക് നമുക്കൊരു വിരുന്ന് പോലെ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഞാൻ വ്ളോഗ് ഷൂട്ട് ചെയ്തേക്കാമെന്ന് കൂടെ ഓർത്തത്. അപ്പോൾ അങ്ങനെ കോളേജിൽ നിന്ന് ഞാനൊരു 2:30-2:45 ആയ സമയത്ത് വന്നായിരുന്നു. ഇപ്പം ഒരു 2-3 ഡേയ്സായിട്ട് കോളേജിൽ പോകണ്ടായിരുന്നു. ഇന്ന് പിന്നെ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് പോയതാണ്, ഒരു ബാച്ചിന് സ്പെഷ്യൽ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പോരായിരുന്നു. സോ ഒരു 2:45 ആയപ്പോഴത്തേക്കും വന്നു. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വീട് കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ചെയ്തേക്കാമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഡെയിലി തന്നെ നമ്മൾ വീട് ഇങ്ങനെ തുടച്ച് പോകാറുണ്ട്. കാരണം വാവയ്ക്ക് ഫുഡ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും എങ്ങനെയായാലും അവൻ തന്നെ കയ്യിൽ നിന്ന് വാരിയെറിയോ പിന്നെ നമ്മുടെ ദേഹത്ത് പറ്റിക്കുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ അതെന്തായാലും നമ്മുടെ ഹോളിലും അവന് ഫുഡ് കൊടുക്കാനിരിക്കുന്ന ടേബിളിലും ഒക്കെ ആവും. അപ്പോൾ ഡെയിലി തന്നെ നമ്മൾ ഇപ്പോൾ ചോറും അല്ലെങ്കിൽ എന്ത് ഫുഡാണെങ്കിലും നിലത്താവാറുണ്ട്. അപ്പോൾ ഡെയിലി തന്നെ അത് അടിച്ച് കളഞ്ഞിട്ട് ഇതേപോലെ ഒരു മോപ്പ് വെച്ചിട്ട് ഫുൾ തുടയ്ക്കാറുണ്ട് എപ്പോഴും തന്നെ. അതായത് ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കുമ്പോഴും ചെയ്യാറുണ്ട്, രാത്രിയിൽ ഫുഡ് കൊടുക്കുമ്പോഴും ചെയ്യാറുണ്ട്, പിന്നെ വൈകുന്നേരം അങ്ങനെ ചിലപ്പോഴേ ചെയ്യാറുള്ളൂ. കാരണം അവന് വൈകുന്നേരം നമ്മൾ ഏത്തപ്പഴം പുഴുങ്ങിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ അധികം അങ്ങനെ നിലത്ത് പോകാറില്ല. അപ്പോൾ അതുകൊണ്ട് ക്ലീനിങ് ഇപ്പം ഡെയിലി ഉള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞാനൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഫുൾ അടിച്ചു വാരി ക്ലീൻ ചെയ്തിട്ടു. ദെൻ അതിന് ശേഷം ഞങ്ങൾ തലയോലപ്പുറം വരെ ഒന്ന് പോവാണ്. നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു എല്ലാം കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു മാർക്കറ്റ് എന്നൊക്കെ പറയുന്നത് തലയോലപ്പുറമാണ്. കടുത്തുരുത്തിയിലും പോവാം, പക്ഷേ നമ്മൾ വേറെ 1-2 കടകളിലൊക്കെ കയറുന്നതുകൊണ്ട് തലയോലപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാനും ഏട്ടനോടെയാണ് പോകുന്നത്. ഓൾമോസ്റ്റ് ഞങ്ങൾ ഈവനിങ്ങിലേക്കുള്ള അവർ വരുമ്പോൾ കൊടുക്കാനുള്ള ഫുഡിൻ്റെ കറികളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു, മീനോടെ വാങ്ങുവാണെങ്കിൽ മീൻ വറുക്കുകയും കൂടെ ചെയ്യാമെന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അങ്ങനെ മീൻ വാങ്ങാം, പിന്നെ വേറെ 1-2 ഷോപ്പിലൊക്കെ കയറാനുണ്ട്. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ പോയതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വാവയ്ക്കൊരു പാവക്കുട്ടീനെയും കൂടെ വാങ്ങണമെന്ന് വിചാരിച്ച് പോയതാണ്. കാരണം ഞാൻ മുമ്പത്തെ എൻ്റെ വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ, ഒരു വലിയ ടെഡി വീട്ടിലുണ്ട്. അവൻ്റെ ബർത്ത്ഡേക്ക് ഏട്ടൻ്റെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് കൊടുത്തു. അതിനെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ ആ സാധനം വേണം. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പൊടി അടിക്കാനുള്ള പൊടി അതിലിരുന്നിട്ട് അത് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ അതൊരു ഇറിറ്റേഷനൊക്കെ പോലെ വരാനുള്ളൊരു സാധ്യത കൂടുതലാണ്. ആ ഒരു വലിയ പാവക്കുട്ടി ആയതുകൊണ്ട് ആ ഒരു ടൈപ്പാണത്. അപ്പം നമ്മൾ വിചാരിച്ചു അങ്ങനെ അല്ലാത്ത ടെഡി കിട്ടുമല്ലോ, കുറച്ചുകൂടെ നല്ല കവറിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരെണ്ണം വാങ്ങാമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പാവക്കുട്ടിയല്ല, ഒരു ആനക്കുട്ടീനെയാണ് കേട്ടോ കിട്ടിയത്. എന്ന് വെച്ചാൽ ചെറിയ ഒരു ആനക്കുട്ടീനെ വാങ്ങിച്ചു. കാരണം അതിൻ്റെ ആ ഒരു സ്കിന്നിൽ അങ്ങനെ പൊടിയൊന്നും പിടിച്ചിരിക്കില്ലാത്തൊരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അത് വാങ്ങിച്ചത്. പിന്നെ ഞങ്ങളത് അവിടെ നിന്ന് വാങ്ങിച്ചതിന് ശേഷം ഒരു ബോക്സിലിട്ടിട്ട് ഗിഫ്റ്റ് പൊതിയുന്ന പോലെയാണ് കേട്ടോ കൊണ്ടുവന്നത്. അവനെ കൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആളത് കുറേ നേരം പയറ്റിയിട്ടാണ് കേട്ടോ ഓപ്പൺ ചെയ്തത്. ഓപ്പൺ ചെയ്ത് അതിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഇതാവുമ്പോൾ അവൻ്റെ കയ്യിലും ഒതുങ്ങുമല്ലോ. മറ്റേ പാവക്കുട്ടീനെ ഞങ്ങളൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് വാഷിംഗ് മെഷീനിലൊന്നിട്ട് അതിനെ നമുക്ക് കഴുകാൻ പറ്റില്ല, കാരണം വളരെ വലുതാണ്. അപ്പം ഞങ്ങൾ ഒരു വീപ്പയ്ക്കകത്ത് കുറേ വെള്ളം എടുത്തിട്ട് അതിൽ മുക്കി വെച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിനെ ഒരു പാൻറ്റ്, എൻ്റെ പണ്ടത്തെ ഒരു പാൻറ്റൊക്കെ ഇട്ട് പിന്നെ ഒരു ഷർട്ടൂടെ സെറ്റ് ചെയ്യണം ഇനി. എന്നിട്ട് അതിനെ കട്ടിലിൽ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. അതാകുമ്പോഴത്തേക്കും വലിയ പൊടി അങ്ങോട്ടേക്ക് വരത്തില്ലല്ലോ, ഇങ്ങനെ ക്ലോത്ത് കൊണ്ട് കവർ ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എന്തായാലും ഇവന് ഈ ഒരു പാവക്കുട്ടീനെ കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. പിന്നെ അത് പൊതിഞ്ഞുകൊണ്ട് വന്ന ആ ഒരു പെട്ടിക്കകത്താണ് കേട്ടോ ആളി കയറിയിരിക്കുന്നത്. അതൊരു കളിയായി പിന്നീട്. അപ്പോൾ ഏട്ടനുമായിട്ട് കുറച്ച് നേരം അങ്ങനെ കളിച്ചിരുന്നു. അതിനുശേഷം ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ടും അവളുടെ ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അവർക്ക് ചായയൊക്കെ കൊടുത്തു കേട്ടോ. അതിനുശേഷം നമ്മളൊരു 8 മണിയായപ്പോഴാണ് ഫുഡ് കഴിക്കാനിരുന്നത്. ഫുഡിൻ്റെ കറികൾ എന്തൊക്കെയാണെന്ന് പറയാം കേട്ടോ. അതേ മീൻ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അമ്മ വറുക്കാൻ വെച്ചേക്കുവാണ്. പിന്നെ അതേപോലെ അപ്പം ഉണ്ടാക്കി. ഞങ്ങൾ ആദ്യം വിചാരിച്ചു പൊറോട്ട വാങ്ങാമെന്നായിരുന്നു. പക്ഷേ അപ്പം അമ്മ പറഞ്ഞു അപ്പം
ഉണ്ടാക്കുക, അതാകുമ്പോൾ ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അപ്പം ഉണ്ടാക്കി. അപ്പത്തിന് ചിക്കൻ കറി ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി കറികളെന്ന് പറയുന്നത് ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു, അതേപോലെ പയറ് മെഴുക്ക് പുരട്ടി, പിന്നെ മീൻ വറുത്തതുണ്ടായിരുന്നു. പിന്നെ നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടായിരുന്നു. ചിലപ്പോൾ ചിലർക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അമ്മ ചെമ്മീനും മാങ്ങയും കൂടെ കറി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പടം, അച്ചാറ്, അങ്ങനെയൊക്കെ. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചിട്ട് അവരൊരു 9:30 ആയിട്ടോ പോയപ്പം ഞാൻ പിന്നെ ഒന്ന് ഫ്രഷ് ആയിട്ട് വന്ന് ഫുഡ് കഴിച്ചിട്ട് ബാക്കി ഇനി എനിക്കിന്ന് കുറേ പണികൾ ചെയ്യാനുണ്ട്. വൈകുന്നേരം വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇനി രാത്രി ഇരുന്നിട്ട് വേണം അതെല്ലാം ചെയ്യാൻ. അപ്പോൾ ഞാനൊരു 8 മണിയൊക്കെ കഴിഞ്ഞ് 8:30 ആയ സമയത്ത് അവന് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു വാവയ്ക്ക്. അപ്പോൾ അതിന് ശേഷം പിന്നെ അവർ പോയിട്ട് ആണ് ഞാൻ പോയി ഫ്രഷൊക്കെ ആയിട്ട് വന്ന് കഴിക്കാമെന്ന് വിചാരിച്ചത്. അവരുടെ കൂടെ ഇരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് ഒത്തിരി നിർബന്ധിച്ചു. പക്ഷേ എനിക്ക് വാവയ്ക്ക് ഫുഡ് കൊടുക്കണമായിരുന്നു. പിന്നെ എനിക്കൊന്ന് ഫ്രഷ് ആയാലേ കഴിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കുവാണ്. ഇനി ഫുഡ് കഴിച്ചിട്ട് വാവ പാലോട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ഉറങ്ങി കേട്ടോ. കാരണം ഒരു 9:45 ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൻ ഉറങ്ങി. അപ്പോൾ അവനെ പാവക്കുട്ടിയുടെ അടുത്ത് തന്നെ കിടത്തിയിട്ടുണ്ട്. ഇനിയിപ്പം എനിക്ക് മെയിനായിട്ട് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നാളെ കോളേജിലേക്ക് വേണ്ടിയിട്ടുള്ളത് പ്രിപ്പയർ ചെയ്യണം. നാളെ എനിക്ക് കോളേജിൽ ക്ലാസ് ഉള്ള ദിവസമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ ഇത് എന്താ പറയുക, കുറേ സമയം എടുത്തൊരു പ്രിപ്പറേഷനാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാം, ഞാനൊരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും 10:15 ആയപ്പോഴത്തേക്കും ഇരുന്നതാണ്. എന്നിട്ടൊരു 12:15 അത്രയും സമയം ഈ ഒരു ടോപ്പിക്കും വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കാരണം ഇത് നമ്മുടെ കെമിസ്ട്രിയിൽ തന്നെ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. അതിലിങ്ങനെ കുറേ ഡെറിവേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഡെറിവേഷൻ്റെ ഒരു ടോപ്പിക്കായിരുന്നു എനിക്ക് എടുക്കാനുള്ളത്. പൊതുവേ ഞാൻ പഠിക്കുന്ന സമയത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമായിരുന്നു കേട്ടോ ഡെറിവേഷൻ. എനിക്ക് മാത്സിലെ ഡെറിവേഷൻസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഫിസിക്സിൽ ചെയ്യാൻ ഇഷ്ടമായിരുന്നു. അതിനുശേഷം MSc പഠിച്ച സമയത്ത് ഡെറിവേഷൻ ആയപ്പോഴത്തേക്കും കുറച്ചൊരു ഇഷ്ടം കുറഞ്ഞു എന്ന് തോന്നുന്നു. പിന്നെ എന്നാലും എനിക്കിഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഫർ ചെയ്ത് പഠിക്കാനൊക്കെ. അപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ നോട്ട് ഉണ്ടായിരുന്നു ഈ ഒരു ടോപ്പിക്സുമായിട്ട്. മുമ്പുള്ള മിസ് എനിക്ക് തന്നിട്ടുണ്ട് നോട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ നോട്ടിനേക്കാളും കുറച്ചുകൂടെ നല്ല 1-2 റെഫറൻസ് ബുക്കുകളിൽ നിന്നുള്ള നോട്ട് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ എല്ലാം കൂടെ വെച്ചിട്ട് 3 നോട്ട് കൂടെ വെച്ചിട്ട് ഒരു നല്ല നോട്ട് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ആ ഒരു നോട്ട് എഴുതിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇത് കുറേ സമയം എടുക്കും. ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ റെഫറൻസ് ബുക്ക് ഇപ്പോൾ എൻ്റെ കയ്യിൽ കോളേജിലെ ലൈബ്രറിയിൽ ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ബുക്കായിട്ടില്ല. വലിയ ബുക്കായതുകൊണ്ട് അങ്ങനെ ഞാൻ എടുത്തുകൊണ്ട് വരാറില്ല. പക്ഷേ നമുക്കിതിൻ്റെ PDF ഒക്കെ അവൈലബിൾ ആണ്, നെറ്റിൽ സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് ആ ഒരു ടെക്സ്റ്റിൻ്റെ ഒരു PDF എടുത്തു ഈ ഒരു പോർഷൻ വരുന്നത്. എന്നിട്ട് അത് വെച്ചിട്ടാണ് ഞാനിപ്പം നോട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ അമ്മയുടെ ഫോണിലേക്ക് ആ ഒരു PDF സെൻഡ് ചെയ്തിട്ട് ആ PDF വെച്ച് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ എൻ്റെ ഫോണിലാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം കൂടിയൊക്കെ റെഫർ ചെയ്ത് എന്താ പറയുക, ഒരു 2 മണിക്കൂർ ശരിക്കും പിടിച്ചു ഒരു 1-2 ഡെറിവേഷൻ ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുവരാൻ. പിന്നെ നമ്മൾ നോട്ട് എഴുതണം, പിന്നെ നമ്മളത് പ്രിപ്പയർ ചെയ്യണം, പിന്നെ അതിൽ ഓരോ കുഞ്ഞു ഫാക്ടേഴ്സും എന്താണെന്ന് നോട്ടീസ് ചെയ്ത് മനസ്സിലാക്കിയൊക്കെ വെക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും സമയം എടുത്തത്. പൊതുവേ ഇപ്പം ഞാൻ എടുത്ത സെമ്മിലെ ടോപ്പിക്സുകളൊക്കെ ആണെങ്കിൽ നേരത്തെയൊക്കെ പോയ സമയത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെയൊക്കെ അത് വായിച്ചാലും ഒക്കെയാണ്. പക്ഷേ ഇതൊക്കെ ഞാൻ ആ സമയത്ത് ഞാൻ നേരത്തെ 6 മാസം നിന്ന സമയത്ത് എടുക്കാത്ത ടോപ്പിക്സാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എന്താ പറയുക, നമുക്കിത് റെഫർ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനത്തെ ഈ നോട്ടൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് എൻട്രിയുടെ ക്ലാസ് ചെയ്യാനൊക്കെ ഉണ്ട്, പെൻഡിങ് ഉണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ചെയ്യാൻ സമയം കിട്ടില്ല. കാരണം എനിക്ക് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൂടെ ഇന്ന് ഷൂട്ട് ചെയ്തിട്ട് കിടന്നാലേ ആ വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നാളെ എണീറ്റിട്ട് ഇനി അത് ഷൂട്ട് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടില്ല. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ സാധാരണ കിടക്കുന്നതിലും ഒത്തിരി ലേറ്റായി. പിന്നെ ഇനിയിപ്പോൾ വീട്ടിലാണ്. ഇപ്പോൾ നാളെ വീട്ടിലാവുന്ന സമയത്ത് ഞാൻ രാവിലെ എണീക്കൽ കുറച്ച് എന്താ പറയുക, ഇച്ചിരി ലേറ്റായൊക്കെയാണ്. ഇപ്പം 5 എന്നുള്ളത് 5:45, 6 മണിയൊക്കെ ആവും. പക്ഷെ എന്നാൽ എണീറ്റിട്ട് പിന്നെ ഈ എന്താണ് നമ്മുടെ സേവേഴ്സ് മോർണിംഗ് റുട്ടീനൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഓർത്ത് കുഴപ്പമില്ല, കുറച്ച് നേരം ആയിട്ടാണെങ്കിലും ഇരിക്കാം, രാവിലെ എണീക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഇരുന്ന് ഈ ഒരു നോട്ട് പ്രിപ്പറേഷനും കഴിഞ്ഞു. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓൾറെഡി അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഏതാണ് നെക്സ്റ്റ് വീഡിയോ എന്നുള്ളത് പ്ലാൻ ചെയ്തിട്ട്, ഇപ്പം വ്ളോഗൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പ്രിപ്പയർ ചെയ്ത് വെക്കാനില്ല. വ്ളോഗ് അല്ലാത്ത വീഡിയോസ് ഉണ്ടല്ലോ, ഞാൻ അല്ലാതെ കുറച്ച് വീഡിയോസൊക്കെ ഇപ്പോൾ ഇടുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ കൂടുതലും വായിച്ച കാര്യങ്ങളും ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ നമ്മളത് മറന്നു പോകും വീഡിയോയിലേക്ക് വരുന്ന സമയത്ത്.
സോ അങ്ങനെ കോളേജിലേക്ക് വേണ്ടിയിട്ടുള്ള നോട്ട് പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സമയം 12:11 ആയിട്ടോ. ഇനിയിപ്പം എനിക്ക് വീഡിയോയും കൂടെ റെക്കോർഡ് ചെയ്യാനുണ്ട്. അതിപ്പോൾ എന്തായാലും ഒരു 3/4 മണിക്കൂറോളം എടുക്കും. അപ്പോൾ ഇന്ന് 1 മണിയാവും കിടക്കുമ്പോഴത്തേക്കും. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. പിന്നെ അതേപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.